we discussing our last class? ആരാണ് പറയോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്തു എന്ന്? ആസിയ സഫ പറഞ്ഞ മോളെ. What we are discussing our last class? പറയും മോളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ആസിയ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ, അവിടുന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തു മോള്, വീണ്ടും മ്യൂട്ടായി. ഓക്കെ, പറഞ്ഞോളൂ. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സില്? എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്? ഓർമ്മയില്ല? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ കയ്യില്? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്ക്. ക്ലാസ്സിൽ വരുമ്പോ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കയ്യിൽ വേണ്ടേ? ആരാ പറയുന്നത്? റിലു മോളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. ഫിക്ഷൻ ഫ്രണ്ട്സ് ആണല്ലേ ആസിയ? Where are you going, ആസിയ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അബൌട്ട് ഫിക്ഷൻ ഫ്രണ്ട്സ് ആണല്ലേ? അത് കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? ഞാൻ പറഞ്ഞില്ലേ ചെയ്തില്ല? ഓക്കെ, ഏഞ്ചൽ ചെയ്തു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കുറച്ച് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എഡ്വിൻ ചെയ്തോ മോനെ? രണ്ടെണ്ണമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ബാക്കി നിങ്ങളോട് ഫൗണ്ട് ചെയ്ത് എഴുതാൻ ഞാൻ പറഞ്ഞിരുന്നു. ചെയ്യാത്ത കുറെ പേരുണ്ടല്ലേ? എഡ്വിൻ എന്താണ് മോനെ, ചെയ്തോ? കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എഡ്വിൻ എന്താണ് മോനെ? അന്ന് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയത്. ഇപ്പൊ കിട്ടിയല്ലേ? ഇപ്പൊ ടെക്സ്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് നമുക്ക് ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യാം അല്ലേ? വേണോ? ചെയ്യണോ? ഡിസ്കസ് ചെയ്യണോ? വേണം അല്ലേ? ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോ ചെയ്യാത്തവര് ആ ബ്ലാങ്ക് ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ. First one is there is write the name of these famous characters from storybooks and comics. Choose from the box. അല്ലേ? ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ റൈറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലേ? ഷൗമ, what happened ഷൗമ? എന്താണ് മോളെ, വല്ല പ്രോബ്ലം ഉണ്ടോ? എന്താണ് ഷൗമ? ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? നോ അല്ലേ? ഉണ്ടല്ലേ? ഓക്കെ, അത് ഷഹമ്മയുടെ റേഞ്ചിന്റെ വല്ല പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഇവിടെ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ we are discussed about the fiction friends അല്ലേ? ഫിക്ഷൻ ഫ്രണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മൾ സ്റ്റോറി ബുക്സിലും കോമിക്സിലും ഒക്കെ ഒത്തിരി ഫിക്ഷൻ ഫ്രണ്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, വല്ലാതെ ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, വലിയ ശബ്ദമാണ്. അപ്പുറത്തെ റൂമില് ചെറിയൊരു പണി നടക്കുന്നുണ്ട്, അതിന്റെ ശബ്ദമുണ്ട്, വല്ലാതെ വരുന്നു. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കുക. A genie from a magic lamp helped him. അത് നമ്മൾ ചെയ്തായിരുന്നില്ലേ? ഒരു ജീനിയാണ്, ഒരു മാജിക് ലാമ്പും ഉണ്ട് അല്ലെ? വാട്ട് ഇസ് മാജിക് ലാമ്പ്? മലയാളം മീനിങ് മാജിക് ലാമ്പ്? ഓക്കെ, എഡ്വിൻ പറയുന്നുണ്ടല്ലേ, അത്ഭുത വിളക്കാണ് അല്ലേ? കേട്ടിട്ടില്ലേ? അലാവുദ്ദീനും അത്ഭുത വിളക്കും സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലെ a genie from a magic lamp helped him അല്ലേ? ഒരു ജീനി ഉണ്ട്, ഒരു മാജിക് ലാമ്പിൽ നിന്ന് വരുന്ന ഒരു ജീനി ഉണ്ട് അല്ലേ? ജീനി is a fictional jinn. Okay, genie is a jinn. What do you mean by jinn? Jinn, you know? ജിന്ന് വെച്ച എന്താണ് കുട്ടികളെ? ജിൻ ആർക്കറിയാം? ജിന്ന് ജന മൻസൂർ, what are you doing there? Listen here, what do you mean by a jinn?
ജിൻ എന്ന് വെച്ചാൽ എന്താണ് മോളെ സന? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ മോളെ. വാട്ട് ഈസ് ജിൻ? ജിന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ജിന്ന് റിലു കേട്ടിട്ടുണ്ടല്ലേ? റിലു ഓക്കെ. ജോയൽ കേട്ടിട്ടുണ്ട്, ഏഞ്ചൽ റോസ് കേട്ടിട്ടുണ്ട്, സെൽന കേട്ടിട്ടുണ്ട്, അലൻ മാത്യുവിന് അറിയാം. ഓക്കെ, ആരാണ്? സനക്ക് അറിയില്ല അല്ലെ മോളെ? എ ജിൻ, എ ജീനി ഈസ് എ ജിൻ, എ ഫിക്ഷണൽ ജിന്നാണ് ജീനി. അപ്പോ ജിൻ ആരാണെന്ന് പറയും മുഹമ്മദ് ഷാൻ. വാട്ട് ഈസ് എ ജിൻ? ആ പറഞ്ഞോളൂ മോനെ. ഇപ്പൊ മ്യൂട്ട് ആയി മോനെ, വീണ്ടും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോനെ. എന്താണ്? ഒന്നതാ ടീച്ചർ അവിടെ ഒരു ഓപ്ഷൻ. ഓക്കെ പറഞ്ഞോളൂ മോനെ. വാട്ട് ഇസ് ജിൻ? ജിൻ ഇസ് എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുക ജിന്നിന്? ഭൂതം എന്ന് കേട്ടിട്ടില്ലേ? ഭൂതം, കുപ്പിയിൽ നിന്ന് വരുന്ന ഭൂതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് ജീനി ഇസ് എ ഫിക്ഷണൽ ജിൻ. ജീനി എന്ന് വെച്ചാല് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണ് അല്ലേ? ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണ് ജീനി. ഇസ് എ ഫിക്ഷണൽ ജിൻ അപ്പിയറിംഗ് ഇൻ വാൾട്ട് ഡിസ്നീസ് പിക്ചർ. വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞ ഒരു റൈറ്ററിന്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിന്റെ പിക്ചേഴ്സിൽ കാണുന്ന ഒരു ജിന്നാണ് ജീനി. ജിന്നിന്റെ നെയിം ആണ് ജീനി. ജീനി ഇസ് എ ഫിക്ഷണൽ ജിൻ appearing in Walt Disney's pictures. Walt Disney ne കേട്ടിട്ടുണ്ടോ? Walt Disney, do you heard about Walt Disney? Walt Disney is a creator. He has created the Mickey Mouse. Mickey Mouse ഒക്കെ create ചെയ്തത് Walt Disney ആണ്. ഡിസ്നിന്റെ പിക്ചേഴ്സ് ആണ് അതൊക്കെ. മിക്കി മൗസ് കുറെ ഡക്ക് ഒക്കെ ഇല്ലേ? അതുപോലത്തെ മിക്കി മൗസ് പോലത്തെ ഒരുപാട് ഡക്ക് ഒക്കെ ഉണ്ടല്ലേ? ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഇല്ലേ അതുപോലത്തെ? അതുപോലുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണ് ജീനി. ജീനി ഇസ് എ ഫിക്ഷണൽ ജിന്ന്. അപ്പോ ജീനി ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാ ചോദിക്കുന്നേ? മാജിക് ലാമ്പും കൊണ്ട് ജീനി ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നേ. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്തിരുന്നില്ലേ? ഓക്കെ ബെനീറ്റ, അല്ലാഡിൻ ആണ് അല്ലേ? അല്ലാഡിൻ ഈസ് എ ക്യാരക്ടർ ഓഫ് വാൾട്ട് ഡിസ്നി ആൻഡ് ഓൾസോ ജീനി ഈസ് എ ക്യാരക്ടർ ഓഫ് വാൾട്ട് ഡിസ്നി. ഓക്കെ, ജീനി ഫ്രം എ മാജിക് ലാമ്പ്. മാജിക് ലാമ്പിൽ നിന്ന് വരുന്ന ഒരു ജീനിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലാഡീനെയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എഡ്വിൻ എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിക്കോളൂ ട്ടോ മോനെ. അല്ലാഡീൻ, ALADDIN, അല്ലാഡീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് her slippers were made of glass അല്ലേ? അവളുടെ സ്ലിപ്പേഴ്സ് സിൻഡ്രല്ല. ഓക്കെ, സിൻഡ്രല്ലയാണ് അതിന്റെ ആൻസർ. അതായത് അതിൽ പറയുന്നത് എന്താണ്? her slippers were made of glass എന്ന് വെച്ചാൽ എന്താണ് എഡ്വിനെ? എഡ്വിൻ, her slippers were made of glass എന്ന് വെച്ചാൽ എന്താണ് മോനെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ മോനെ എഡ്വിൻ. എനിക്കറിയില്ല. her slippers were made of glass എന്ന് വെച്ചാൽ her slippers അവളുടെ സ്ലിപ്പേഴ്സ് ഗ്ലാസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പൊ ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കിയ സ്ലിപ്പേഴ്സ് ആണ് അവൾക്കുള്ളത്. അപ്പൊ അവള് ആരാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ സിൻഡ്രല്ലയാണ്. സിൻഡ്രല്ല. ഓക്കെ ബെനീറ്റ, സിൻഡ്രല്ലയാണ്. സിൻഡ്രല്ല ഈസ് ഓൾസോ എ ഫിക്ഷണൽ ക്യാരക്ടർ ആണ് അല്ലേ? ഇതില് ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ ഓഫ് ഫിക്ഷൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ സിൻഡ്രല്ല ഒരു ഫിക്ഷൻ ക്യാരക്ടർ ആണ് അല്ലേ? സിൻഡ്രല്ല എന്ന് പറയും, ഓർ ദ ലിറ്റിൽ ഗ്ലാസ് സ്ലിപ്പർ എന്നും പറയും. ചെറിയ ഗ്ലാസ് സ്ലിപ്പർ അല്ലേ? ചെറിയ ഗ്ലാസ് കൊണ്ടുള്ള സ്ലിപ്പേഴ്സ് ഉണ്ട് അവൾക്ക്. ഈസ് Cinderella. She is Cinderella. Okay. The author of Cinderella is Daisy Fisher. The author. Cinderella is a fictional character. Okay. Cinderella എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണ്. ഓക്കെ, അവളുടെ സിൻഡ്രല്ലയുടെ ഓഥർ ആരാണെന്ന് വെച്ചാൽ ഡെയ്സി ഫിഷർ. അത് ജസ്റ്റ് ഡെയ്സി, നിങ്ങൾക്ക് ഇതിൽ അതൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ സിൻഡ്രല്ല എന്ന് പറയുമ്പോ സിൻഡ്രല്ലയുടെ ക്രിയേറ്റർ, സിൻഡ്രല്ലയെ ക്രിയേറ്റ് ചെയ്തത് ഡെയ്സി ഫിഷർ എന്ന് പറഞ്ഞ ഒരു ഓഥർ ആണ്. ഓക്കെ, ഡെയ്സി ഫിഷർ, ഹെർ നെയിം ഡെയ്സി ഫിഷർ. ഫിക്ഷണൽ ക്യാരക്ടർ ഈസ് സിൻഡ്രല്ല. ഹെർ സ്ലിപ്പേഴ്സ് വെയർ മെയ്ഡ് ഓഫ് ഗ്ലാസ്. അവളുടെ സ്ലിപ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് അല്ലേ? അപ്പൊ ഈ ഗ്ലാസ് കൊണ്ടുള്ള സ്ലിപ്പർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് അറിയാവോ?
മോറൽസ് ആൻഡ് കൈൻഡ്നെസ് ആണ്. കൈൻഡ്നെസ്. ഓക്കെ. എന്താണ് നിഹാര? വാട്ട്സ് ദ പ്രോബ്ലം? നോ പ്രോബ്ലം? നിഹാര എന്താണ് മോളെ? അവിടുന്ന് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ഇതില് ഫസ്റ്റ് വൺ പറഞ്ഞല്ലോ, ഏ ജീനി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഒന്നാമത്തതിന്റെ ആൻസർ അല്ലാഡീൻ ആണ്. എ ജീനി ഫ്രം എ മാജിക് ലാമ്പ് ഹെൽപ്ഡ് ഹിം ആണ് അല്ലേ? അതായത് ഒരു മാജിക് ലാമ്പിലുള്ള ഒരു ജീനി ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാ ചോദിക്കുന്നത്. അതായത് അല്ലാഡീൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാളാണ്. മാജിക് ലാമ്പിൽ നിന്ന് വരുന്ന ഒരു ജീനി അല്ലാഡീനെ ഹെൽപ്പ് ചെയ്യുന്നു. ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അതിന്റെ ആൻസർ നമ്മൾ അല്ലാഡീൻ എഴുതി. നെക്സ്റ്റ് വൺ, ഹർ സ്ലിപ്പേഴ്സ് വേ മെയ്ഡ് ഓഫ് ഗ്ലാസ്. അവളുടെ സ്ലിപ്പേഴ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് അല്ലേ? ഗ്ലാസ് കൊണ്ടുള്ള സ്ലിപ്പേഴ്സ് ഉള്ളത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. സിൻഡ്രല്ല. സിൻഡ്രല്ല ആണ് അതിന്റെ ആൻസർ. സിൻഡ്രല്ലയുടെ സ്ലിപ്പേഴ്സ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സിൻഡ്രല്ല is a fictional character of Daisy Fisher's story. ഡെയ്സി ഫിഷർ എന്ന് പറഞ്ഞ ഒരു പേഴ്സന്റെ സ്റ്റോറീസിലുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണ് സിൻഡ്രല്ല. is a girl, Cinderella. Her slippers were made of glass. She teaches the morals of kindness towards all, forgiving others for doing wrong and never letting bad. അതായത് സിൻഡ്രല്ല ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ she teaches the morals. Morals ആണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. What is moral? What do you mean by a moral? Do you know moral? Moral is good അല്ലേ? നല്ലതാണല്ലേ? നല്ലതിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുക അല്ലേ? നല്ല രീതികളെ കുറിച്ച് മാത്രം പഠിപ്പിക്കുക. Moral of kindness അല്ലേ? kindness എന്ന് വെച്ചാൽ എന്താ? നല്ല ദയ, നല്ല സ്നേഹം, വാത്സല്യം, ഇതൊക്കെയാണ് സിൻഡ്രല്ലയുടെ ഗ്ലാസ് സ്ലിപ്പർ ഡിനോട്ട് ചെയ്യുന്നത്. സിൻഡ്രല്ല is a good person അല്ലേ? സിൻഡ്രല്ല നല്ലത് മാത്രം ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ആസിയ? എന്താണ് മോളെ? വല്ല പ്രോബ്ലം ഉണ്ടോ? ഓക്കെ. അപ്പോ സിൻഡ്രല്ല പറയുന്നത് എന്താന്ന് വെച്ചാ, സിൻഡ്രല്ല ചെയ്യുന്നത് മോറൽസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലേ? എല്ലാവരോടും പരസ്പരം ഫോർഗീവ് ചെയ്യാൻ പറയുന്നു. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ക്ഷമ ഉണ്ടായിരിക്കണം, ദയ, സ്നേഹം, ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് സിൻഡ്രല്ല പറയണത്. ഓക്കെ. അപ്പോ സിൻഡ്രല്ലയുടെ ഈ ഗ്ലാസ് സ്ലിപ്പർ ഡിനോട്ട് ചെയ്യുന്നത് സ്നേഹവും ആൻഡ് ക്ഷമയും ഇതൊക്കെയാണ് സിൻഡ്രല്ലയുടെ ഗ്ലാസ് സ്ലിപ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഗൈസ്, വാട്ട് ആർ യു ഡൂയിങ് there? എന്താണ് മോനെ സിൻഡ്രല്ലയുടെ സ്പെഷ്യാലിറ്റി? ഒന്ന് പറഞ്ഞേ മോനെ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സിൻഡ്രല്ല? അവിടുന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. Listen here everybody. Guys പറയുന്നുണ്ട് ആൻസർ. What's the specialty of Cinderella? Listen here. Look at me. What is the specialty of Cinderella? ഇവിടെ കേട്ടോ? ലിസൺ ഹിയർ. ആരാണ് ഗൈസിനൊന്ന് പറഞ്ഞു കൊടുക്കുക വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സിൻഡ്രല്ല എന്ന്? സിൻഡ്രല്ലയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ജൂലിയറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ മോളെ. ജൂലിയറ്റ്, who is Cinderella and what is the specialty of Cinderella? ഒന്ന് പറഞ്ഞേ മോളെ. സിൻഡ്രല്ല. ഓക്കെ. അറിയില്ല? ഞാൻ പറഞ്ഞ ഇവിടെ ശ്രദ്ധിക്കണം. സിൻഡ്രല്ലയുടെ സ്ലിപ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ? സ്ലിപ്പേഴ്സ് were made by, എന്തുകൊണ്ടാണ് സ്ലിപ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താണ് അവിടുത്തെ ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചേ മോളെ ജൂലിയറ്റ്. സെക്കൻഡ് വൺ. മ്യൂട്ട് ചെയ്യല്ലേ മോളെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോളെ. ഓക്കെ. Slippers were made of glass. അല്ലേ? her slippers were made of glass അല്ലേ? അപ്പൊ എന്താണ് സിൻഡ്രല്ലയുടെ സ്ലിപ്പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് അല്ലേ?
അതാണ് സിൻഡ്രല്ലയുടെ ഒരു സ്പെഷ്യാലിറ്റി. സിൻഡ്രല്ല ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? മോറൽസ് ആൻഡ് കൈൻഡ്നെസ് ഒക്കെയാണ് സിൻഡ്രല്ലയുടെ സ്പെഷ്യാലിറ്റി. സിൻഡ്രല്ല എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് മോറൽസിനെയാണ്. ഇറ്റ്സ് എ ഗുഡ് ഗേൾ അല്ലെ, ഗുഡ് പേഴ്സൺ ആണ് സിൻഡ്രല്ല. ബിക്കോസ് ഷീ ഈസ് സപ്പോർട്ടിങ് ഓൾ ദ ഗുഡ് തിങ്സ്, not supporting bad things and never letting any person into bad അല്ലെ. ചീത്തയിലേക്ക് ആരെയും നയിക്കുന്നില്ല. സിൻഡ്രല്ല എപ്പോഴും നല്ലതിലേക്ക് മാത്രം, മോറൽസിലേക്ക് മാത്രമാണ് ആൾക്കാരെ നയിക്കാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ. And the third one is this boy never grew up. ഒരിക്കലും വളരാത്ത ബോയ് അല്ലേ തേർഡ് വൺ. അപ്പൊ സെക്കൻഡ് വൺ എഴുതിയോ എല്ലാവരും? സിൻഡ്രല്ല എഴുതിയോ? ജൂലിയറ്റ് എഴുതിയില്ലേ? എഴുതി. Okay, listen here guys, listen here. എഴുതിയോ? Okay, then third one is this boy never grew up. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? This boy never grew up എന്ന് പറഞ്ഞാൽ what's the meaning of that sentence? ആ സെന്റൻസിന്റെ മീനിങ് എന്താണ്? This boy never grew up. What's the meaning of that sentence? ആര് പറയും? സിദ്ധാന്ത്, കൃഷ്ണ ഒന്ന് പറഞ്ഞേ മോനെ. What is the meaning of that sentence? This boy never grew up. പറഞ്ഞേ സിദ്ധാന്ത്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ്? Okay, we are going to the next one. This boy never പോയാണല്ലേ. എന്താണ് ബെനീറ്റ? ക്ലിയർ ഇല്ല അത് എനിക്കും കേൾക്കുന്നുണ്ട് മോളെ. എന്തോ ഒരു റേഞ്ച് പ്രോബ്ലം ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോ ദിസ് ബോയ് നെവർ ഗ്രൂ അപ്പ് അല്ലേ. ഒരിക്കലും നെവർ ഗ്രൂ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വളരുന്നേ ഇല്ല അല്ലെ, വളരാത്തൊരു കുട്ടി അല്ലെ. അത് ആരാണെന്നാ ചോദിക്കുന്നത്. വാട്ട്സ് ദ ആൻസർ? നോ, മൗഗ്ലി അല്ല. ബെനീറ്റ മൗഗ്ലി ആണോ പറഞ്ഞേ മോളെ? മൗഗ്ലി അല്ല അതിന്റെ ആൻസർ. സെൽനക്ക് അറിയാമോ? പീറ്റർ പാൻ ആണ് അതിന്റെ ആൻസർ അല്ലേ. നമ്മൾ കരുതും മൗഗ്ലി ആണെന്നല്ലേ. പക്ഷെ നേരെ താഴെ വന്ന 7th ക്വസ്റ്റ്യൻ എന്താ കാണുന്നേ? ദിസ് ബോയ് ഗ്രൂ അപ്പ് ഇൻ എ ജംഗിൾ അല്ലേ. അപ്പോ ജംഗിളിൽ വളരുന്ന ബോയ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് മൗഗ്ലി ആണ് ആൻസർ അല്ലേ. മൗഗ്ലി ജംഗിൾ ബുക്ക് സ്റ്റോറിയിലാണല്ലേ മൗഗ്ലി ഉള്ളത്. അപ്പോ മൗഗ്ലി ഉള്ളത് കാട്ടിലാണ്, ജംഗിളിലാണ് മൗഗ്ലി. പക്ഷെ തേർഡ് വണ്ണിന്റെ ആൻസർ പീറ്റർ പാൻ ആണ്. എല്ലാവരും എഴുതണം. പീറ്റർ പാൻ is a novel written by James Matthew Barrie. Peter Pan, it's a novel, name of a novel, Peter Pan, and its character is Peter Pan. Peter Pan എന്ന് വെച്ചാൽ ഒരു നോവൽ ആണ്. പീറ്റർ പാൻ ആ നോവലിലെ ക്യാരക്ടറും ആണ്. അത് written by James Matthew Barrie. അത് നിങ്ങൾ പീറ്റർ പാൻ എന്ന് മാത്രം അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ അതിന്റെ റൈറ്റർ ആരാണ്? written by James Matthew Barrie. മുഹമ്മദ് ഷാൻ, what are you doing there? എഴുതിയോ? Okay, Peter Pan is a novel written by James Matthew Barrie. It's the story of a boy never grew up അല്ലേ. Peter Pan is a boy never grew up. എല്ലാവരും എഴുതണം. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ, ഒട്ടും താമസമില്ലാതെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ
അതിന്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ, ഹോംവർക്ക് അല്ല ഇത്, നിങ്ങളുടെ ക്ലാസ് വർക്ക് ആണ്. ഓക്കെ, എന്താണ് ബെനീറ്റ മോളെ? പേഴ്സണൽ ആണ് അയക്കണ്ടേ? പേഴ്സണൽ വേണ്ട, ഗ്രൂപ്പിൽ ചെയ്താൽ മതി. ഓക്കെ, ഗ്രൂപ്പിൽ ചെയ്താൽ മതി. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ്, എല്ലാവരും ചെയ്യണം ഇത്. ആരേലും ചെയ്യാതിരിക്കുന്നുണ്ടോ നോക്കട്ടെ. ക്ലാസ്സിൽ തന്നെ, ഹോംവർക്ക് അല്ല. എന്താണ് നിഹാര? എന്താണ്? കേൾക്കുന്നില്ല മോളെ. ഗ്രൂപ്പിലല്ലേ? ആ, ഗ്രൂപ്പില് ഇട്ട് തരുമോന്ന് ഇതിപ്പോ പറഞ്ഞത്? ഗ്രൂപ്പിൽ നിങ്ങളിപ്പോ ഇത് എഴുതി, ഞാൻ ക്ലാസ്സിൽ പറയുന്ന ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഫില്ലപ്പ് ചെയ്യണം അവിടെ നിന്ന്. ഫില്ലപ്പ് ചെയ്യുന്നില്ലേ? എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഓ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. നിഹാര, നിഹാര, വേറെ ആർക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത വേറെ ആരുണ്ട്? വേറെ ആരും ഇല്ലല്ലോ. ആവണി മഹേഷ് ഉണ്ടല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ഇത് ഫില്ലപ്പ് ചെയ്തിട്ട് എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് നോ പ്രോബ്ലം, ഉള്ളവരെല്ലാവരും ഇത് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ക്ലാസ്സിൽ നിങ്ങൾ എഴുതണം. ക്ലാസ്സിൽ നിന്ന് എഴുതാതിരുന്നിട്ട് ഹോംവർക്ക് ആയി ചെയ്യണ്ട. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ടീച്ചർക്ക് ഇത് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ നിഹാരക്കും ആവണിക്കും കിട്ടുമല്ലോ. എല്ലാവരും സെൻഡ് ചെയ്ത് തരുന്നത് നിങ്ങൾ കാണുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒന്നെടുത്ത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു നോട്ട്ബുക്കിലൊക്കെ റൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഓക്കെ. ആരേലും ഒരാൾ അയക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് എടുത്ത് നോക്കാമല്ലോ. ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ നോട്ടില് എഴുതുക, അതിന്റെ ബ്ലാങ്ക് ഫില്ല് ചെയ്യുക. ഓക്കെ, എഴുതി വെക്കുക. ഓക്കെ, അപ്പോ പീറ്റർ പാൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ആണല്ലേ. ഇറ്റ്സ് എ നോവൽ റിട്ടൺ ബൈ ജെയിംസ് മാത്യു ബാരി. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ബോയ്. എങ്ങനെയുള്ള ബോയ് ആണ്? നെവർ ഗ്രൂ അപ്പ് അല്ലേ, ഒരിക്കലും വളരാത്ത ഒരു ബോയുടെ സ്റ്റോറിയാണത്, പീറ്റർ പാൻ. ഓക്കെ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അത് ഫില്ല് ചെയ്യാ. പീറ്റർ പാൻ എന്നാണ് അതിന്റെ ആൻസർ. പീറ്റർ പാൻ ഈസ് എ നോവൽ. എന്താണ് ബെനീറ്റ? നോട്ടിൽ എഴുതണോ ഇത്? ആ, നോട്ടിൽ എഴുതിക്കോളൂ. നോട്ടിൽ നിങ്ങൾ ഇതിനു മുമ്പേ ചെയ്തിട്ടില്ലേ? നോട്ടില് അന്ന് പിക്ചർ വരച്ചെല്ലാം നോട്ട് ചെയ്തില്ലായിരുന്നോ? ഇല്ലേ? ഓക്കെ, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ പീറ്റർ പാൻ എന്ന് വെച്ചാല് ഒരിക്കലും വളരാത്ത ഒരു ബോയുടെ സ്റ്റോറിയാണ്. എ ബോയ് നെവർ ഗ്രൂ അപ്പ് അല്ലേ. ദെൻ ഫോർത്ത് വൺ, ഷി ഗോട്ട് ലോസ്റ്റ് ഇൻ വണ്ടർലാൻഡ് അല്ലേ. അപ്പൊ വണ്ടർലാൻഡുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു നെയിം കേട്ടിട്ടുണ്ടോ? വണ്ടർലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തേലും നെയിം ആര് കേട്ടിട്ടുണ്ട്? ഏഞ്ചൽ കേട്ടിട്ടുണ്ട് അല്ലേ. എന്താണ് മോളെ? അവിടെ നിന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മോളെ. ആലീസ്. ഓക്കെ, അതിന്റെ ആൻസർ ആലീസ് ആണ് കേട്ടോ. ആലീസ് ഇൻ വണ്ടർലാൻഡ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ഫിലിം ഉണ്ട്, ഒക്കെ ഉണ്ടല്ലേ. മലയാളം ഫിലിം ഉണ്ട്, ഇംഗ്ലീഷ് ഫിലിം ഉണ്ട്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഇസ് എ ആനിമേറ്റഡ് മ്യൂസിക്കൽ ഫാന്റസി അഡ്വഞ്ചർ ഫിലിം ആണ്. ഒരു ആനിമേറ്റഡ് ഫിലിം ആണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. അമേരിക്കൻ ആനിമേറ്റഡ് ഫിലിം ആണത്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഇസ് an animated musical fantasy and adventure ഫിലിം ആണ് അല്ലേ. മ്യൂസിക്കൽ ഫാന്റസി ആണ്, ഒരു അഡ്വഞ്ചർ ആണ്. ഇറ്റ്സ് എ ഫിലിം പ്രൊഡ്യൂസ്ഡ് ബൈ വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. വാൾട്ട് ഡിസ്നി ആണ് എന്തിന്റെ ക്രിയേറ്റർ എന്ന് പറഞ്ഞു? വാൾട്ട് ഡിസ്നി ആണ് മിക്കി മൗസിന്റെയും നമ്മളിപ്പോ പറഞ്ഞ അല്ലാഡിന്റെയും ഒക്കെ ക്രിയേറ്റർ ആണ് വാൾട്ട് ഡിസ്നി. അപ്പൊ ഈ വാൾട്ട് ഡിസ്നിന്റെ തന്നെ ഒരു ക്രിയേഷൻ ആണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ലേ. ആലീസും വണ്ടർലാൻഡും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആലീസ് ആണ്. എല്ലാവരും റൈറ്റ് ചെയ്തോ? എഴുതിയോ എല്ലാവരും? ജൂലിയറ്റ് എഴുതിയില്ലേ മോളെ? ഓക്കെ, മുഹമ്മദ് ഷാൻ എഴുതിയോ മോനെ? അവിടെ തന്നെ ഉണ്ട് ആലീസ്. അത് നോക്കി അവിടെ എഴുതിയേ വേണ്ടു. ഫോർത്തിന്റെ ഫില്ല് ചെയ്ത ആ ബ്ലാങ്കില് അത് ഫില്ല് ചെയ്യാം. ഓക്കെ, then fifth one is he studies magic at the Hogwarts School of Witchcraft and Wizardry. Okay, witchcraft and wizardry അങ്ങനെ കേട്ടിട്ടുണ്ടോ? Witchcraft and wizardry എന്ന് പറഞ്ഞാൽ എന്താണ്?
He studies magic at the Hogwarts school. Hogwarts സ്കൂളിലാണ് അവൻ magic പഠിച്ചത് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. He studies magic at the Hogwarts school of witchcraft and wizardry. എന്താണ് ഏഞ്ചൽ? ഹാരി പോട്ടർ ആണ് അതിന്റെ ആൻസർ. വെരി ഗുഡ്. ഹാരി പോട്ടർ ആണ് അതിന്റെ ആൻസർ. ഫിഫ്ത് വൺ ഇസ് ഹാരി പോട്ടർ. ഓക്കെ, എഴുതിയോ? ഹാരി പോട്ടർ ഇസ് എ ബ്രിട്ടീഷ് അമേരിക്കൻ ഫിലിം സീരീസ് ആണത്. അതൊരു ഫിലിം ആണ്. ഇറ്റ്സ് നോട്ട് ഓൺലി എ ഫിലിം, അതൊരു ഫിലിം സീരീസ് ആണ്. കണ്ടിന്യൂ ആയിട്ട് പോകുന്ന, ഇപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ ജുറാസിക് പാർക്ക് ഒക്കെ കണ്ടിട്ടില്ലേ? അതിന്റെ കുറെ വേർഷൻ ഉണ്ട് അല്ലെ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ ഓരോരോ പാർട്ട് ആണ് അല്ലെ. അതൊരു സീരീസ് ആണ്. അതുപോലെ തന്നെ ഈ ഹാരി പോട്ടറും ഒരു മൂവി സീരീസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറെ മൂവി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7-8 സീരീസ് ഉണ്ട് ഹാരി പോട്ടർ. ഓരോ സീരീസ് ആയിട്ട് സ്റ്റോറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇറ്റ്സ് എ അമേരിക്കൻ ഫിലിം സീരീസ് ബേസ്ഡ് ഓൺ ദ novels by author J.K. Rowling. J.K. Rowling is the creator of Harry Potter. ഹാരി പോട്ടറിന്റെ ക്രിയേറ്റർ J.K. Rowling ആണ്. മിക്കി മൗസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. വാൾട്ട് ഡിസ്നി പോലെ ഹാരി പോട്ടറിന്റെ ക്രിയേറ്റർ ആണ് J.K. Rowling. ഷീസ് എ വുമൺ. J.K. Rowling എന്ന് പറഞ്ഞ ഒരു വുമൺ ആണ് ഹാരി പോട്ടറിന്റെ ക്രിയേറ്റർ. എഴുതിയോ? അഞ്ചാമത്തെ എഴുതിയോ? ഹാരി പോട്ടർ ആണ്. വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസർഡറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കേട്ടിട്ടേ ഇല്ല അല്ലെ. വിച്ച് ക്രാഫ്റ്റ് എന്ന് വെച്ചാല് മന്ത്രവാദം എന്നാണ് അതിന്റെ മീനിങ്. എഴുതി വെച്ചോളൂ. ആ വിച്ച് ക്രാഫ്റ്റ് എന്നുള്ള അടുത്ത് മലയാളം മീനിങ് എഴുതി വെച്ചോ. മന്ത്രവാദം. വിസർഡറി മാന്ത്രികൻ. മന്ത്രവാദം ചെയ്യുന്നത് ആരാണ്? മാന്ത്രികനാണ് അല്ലെ. അപ്പോ വിച്ച് ക്രാഫ്റ്റും വിസർഡറിയും ഒക്കെ പഠിച്ചത് ഹോഗ്വാർട്ട് സ്കൂളിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറയുന്നത്. അപ്പൊ ആരെ കുറിച്ചാണ് പറയുന്നത്? ഹാരി പോട്ടറിനെ കുറിച്ചാണ് അതില് ഡിസ്കസ് ചെയ്യുന്നത്. എഴുതിയ ഹാരി പോട്ടർ? എഴുതിയല്ലേ. ഇനി 6th വൺ അല്ലേ. ദിസ് ഫ്രണ്ട് ഓഫ് ചാച്ച ചൗധരി ഈസ് ഫ്രം ജുപ്പിറ്റർ അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന? ഹാരി പോട്ടർ എഴുതിയില്ലേ? എഴുതിയോ? എല്ലാവരും എഴുതിയാ? ഓക്കെ. ഹാരി പോട്ടർ സ്റ്റോറി കുറെ സീരീസ് ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്, ഈ ഹാരി പോട്ടർ സ്റ്റോറീസിന്റെ മെയിൻ തീം ഡെത്ത് ആണ്. ഡെത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഹാരി പോട്ടർ മൂവീസ് എല്ലാം ഉള്ളത്. ഓക്കെ. ഹാരി പോട്ടർ മൂവീസ് കുറെ സീരീസ് ഉണ്ട്. അതിന്റെ ക്രിയേറ്റർ J.K. Rowling ആണ്. അതിന്റെ മെയിൻ തീം, ആ സ്റ്റോറീസിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഡെത്ത് ആണ്. ഓക്കെ. ഏഞ്ചൽ റോസ് ടെക്സ്റ്റ് ഒക്കെ എടുത്ത് പോലായ മോളെ. ഓക്കെ. 6th വൺ ജൂപ്പിറ്റർ ആണല്ലേ. ജൂപ്പിറ്ററിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ജൂപ്പിറ്റർ എന്ന് വെച്ചാല് ജൂപ്പിറ്റർ ഇസ് എ സ്റ്റോറി ആണല്ലേ. എ ഫിക്ഷണൽ സ്റ്റോറിയാണ് ജൂപ്പിറ്റർ. ഓക്കെ. ഫ്രണ്ട് ഓഫ് ചാച്ച ചൗധരി. ചാച്ച ചൗധരിയുടെ ഫ്രണ്ട് ആണ്. ആരാണെന്നാ ചോദിക്കുന്നത്? ചാച്ച ചൗധരിയുടെ ഫ്രണ്ട് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഫിക്ഷണൽ സ്റ്റോറിയില് ചാച്ച ചൗധരിയുടെ ഫ്രണ്ട് ആരാണെന്നാണ് അതിൽ ചോദിക്കുന്നത്. ഏഞ്ചൽ റോസ് പറയുന്നുണ്ട്. ആരാണ് മോളെ ഏഞ്ചൽ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. പീറ്റർ പാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. പീറ്റർ പാൻ സാബു ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. സാബു ആണ് കറക്റ്റ് ആൻസർ. അവിടെ ആ ബ്ലാങ്കില് സാബു എന്ന് എഴുതുക. ആ ഗ്യാപ്പിൽ അവിടെ എഴുതിയാ? ദ ഫ്രണ്ട് ഓഫ് ചാച്ച ചൗധരി ഈസ് ഫ്രം ജൂപ്പിറ്റർ ഈസ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ സാബു എന്ന് എഴുതുക. ആരോൺ അവിടെ എന്താ ചെയ്യുന്ന മോനെ? എഴുതിയാ? ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വാട്സപ്പില് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. അപ്പൊ തന്നെ സെൻഡ് ചെയ്യണം. നോക്കട്ടെ. അപ്പൊ എഴുതിയില്ലേ? ദിസ് ഫ്രണ്ട് ഓഫ് ചാച്ച ചൗധരി ഈസ് ഫ്രം ജൂപ്പിറ്റർ ഈസ് സാബു അല്ലേ. ചാച്ച ചൗധരി എന്ന് വെച്ചാല് ഈസ് ആൻ ഇന്ത്യൻ
കോമിക് ബുക്ക് ക്യാരക്ടർ ആണ്. ഒരു ഇന്ത്യൻ ക്യാരക്ടർ ആണ് അതല്ലേ, ചാച്ച ചൗധരി. ക്രിയേറ്റഡ് ബൈ കാർട്ടൂണിസ്റ്റ് പ്രാൺ കുമാർ ശർമ്മ. പ്രാൺ കുമാർ ശർമ്മയാണ് അതിന്റെ ക്രിയേറ്റർ. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യാ. സാബു ഈസ് ദ ഫ്രണ്ട് ഓഫ് ചാച്ച ചൗധരി ഇൻ ദ ബുക്ക് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് പറയുന്ന ബുക്കിലെ ഒരു കോമിക് ക്യാരക്ടർ ആണ് ചാച്ച ചൗധരി. ചാച്ച ചൗധരിയുടെ ഫ്രണ്ട് ആണ് സാബു. അതായത് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഈ സ്റ്റോറിന്റെ ഒരു തീം എന്ന് വെച്ചാല് ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റിൽ നിന്ന് വരുന്ന ഒരു ഏലിയൻ ആണ് സാബു. ഏലിയൻ, വാട്ട് ഡു യു മീൻ ബൈ ഏലിയൻ? ഏലിയൻ എന്ന് വെച്ചാൽ അറിയോ? നിഹാര പറയുന്നുണ്ടല്ലേ? അടുത്തുള്ള അടുത്തുള്ള രാജ്യമല്ല, അടുത്തുള്ള ഗ്രഹത്തുനിന്ന് വന്ന ജീവി അല്ലേ? അന്യഗ്രഹ ജീവിയാണ് അല്ലെ ഏലിയൻസ്. ഏലിയൻ എന്ന് പറയാറില്ലേ? ഏലിയൻ എന്ന് വെച്ചാൽ ഒരു അന്യഗ്രഹ ജീവിയാണ്. അപ്പൊ ഈ സ്റ്റോറിയില് ഒരു ഏലിയന്റെ പേരാണ് സാബു അല്ലെ. സാബു എന്ന് വെച്ച ഒരു ഏലിയൻ ഉണ്ട് ഫ്രം ദ പ്ലാനറ്റ് ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് വരുന്ന ഒരു ഏലിയൻ ആണ് സാബു. ഓക്കെ, അപ്പോ അത് എഴുതിയോ? അതിന്റെ ആൻസർ സാബു ആണ്. പ്രാൺ കുമാർ ശർമ്മ എന്ന് പറഞ്ഞ ഒരു കാർട്ടൂണിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിലെ ക്യാരക്ടേഴ്സ് ആണ് ചാച്ച ചൗധരിയും സാബുവും. ജൂപ്പിറ്റർ കേട്ടിട്ടില്ലേ നിങ്ങള്? ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ജൂപ്പിറ്റർ എന്താണ്? സോളാർ സിസ്റ്റത്തിലാണല്ലേ ജൂപ്പിറ്റർ ഉള്ളത്. സോഷ്യലിൽ പഠിക്കുന്നില്ലേ? ലാർജസ്റ്റ് ആണല്ലേ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആണല്ലേ ജൂപ്പിറ്റർ. ഓക്കെ, അപ്പോ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞത് ഇവിടെ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രാൺ കുമാർ ശർമ്മയാണ്. അതിലെ ക്യാരക്ടേഴ്സ് ആണ് ചാച്ച ചൗധരി. ചാച്ച ചൗധരിയുടെ ഫ്രണ്ട് ആണ് സാബു. ഈസ് കമ്മിങ് ഫ്രം ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് വരുന്ന ഒരു ഏലിയൻ ഈസ് സാബു. ഓക്കെ, then next one is this boy grew up in a jungle. ജംഗിളിലുള്ള ഒരു ബോയ്, അതാരാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. എന്താണ് പറയുന്നത് നിഹാര? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, മൗഗ്ലി ആണ് അതിന്റെ ആൻസർ അല്ലേ. മൗഗ്ലി ഈസ് എ ക്യാരക്ടർ ആണ് അല്ലെ. ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഒരു ഇതിലെ കോമിക് ക്യാരക്ടർ ആണ് മൗഗ്ലി അല്ലേ. ഓക്കെ, അത് എഴുതിയോ? മൗഗ്ലി നമുക്കെല്ലാം ഫെമിലിയർ ആണല്ലേ. നമ്മള് ജംഗിൾ ബുക്ക് വായിച്ചിട്ടുണ്ടല്ലേ. ജംഗിൾ ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ലേ? മൗഗ്ലിന്റെ സ്റ്റോറീസ് ഒക്കെ